സോ ഹലോ ഗായ്സ്, എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പം നമ്മൾ ഇന്ന് തുടങ്ങിയിരിക്കുന്നത് ഗരീന ഫ്രീ സിറ്റി എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഗെയിമാണിത്. ഇത് സംഭവം GTA San Andreasഉം GTA Vice Cityയും കുറച്ചും കൂടി ക്വാളിറ്റി കൂട്ടിയതും പിന്നെ GTA 5ത്തെ കുറേ മിഷൻസൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. ഞാനത് കളിച്ചോക്കിയിട്ടില്ല, ആദ്യമായിട്ട് കളിക്കുകയാണ്. ഇത് ഞാൻ എയർസം വൈറ്റിയിൽ കണ്ടിട്ടുണ്ട് ഗൈസ്. നമ്മൾ കുറച്ചൊന്ന് സെറ്റപ്പ് ആക്കണം. പിന്നെ ഇതിൽ ക്യാരക്ടേഴ്സും ഇത് പിന്നെ നമ്മളെ കൺട്രിയിൽ ഇറങ്ങിയിട്ടില്ലാത്തൊരു സാധനമാണ്. കൺട്രിയിൽ എന്ന് വെച്ചാൽ ഇന്ത്യയിൽ ഇറങ്ങിയിട്ട് അർജൻറ്റീനയിൽ മാത്രമേ ഇറങ്ങിയിട്ടുള്ളൂ. പിന്നെ ഇത് എങ്ങനെ കയറ്റേണ്ടി, എങ്ങനെ എന്തൊക്കെ യൂസ് ചെയ്യേണ്ടിന്നൊക്കെ ഞാൻ പറഞ്ഞുതരാം. പിന്നെ നമ്മൾ ഇതിൽ ക്യാരക്ടറിനെ ചൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ചൂസ് ചെയ്ത് ഇവനെ സെറ്റപ്പ് ആക്കിയിട്ട് ഞങ്ങളെ കാണിച്ചു തരാം. അപ്പോൾ അടുത്ത ഗൈസ്, ഇവിടെ ആദ്യം വന്നിട്ടുള്ളത് ഒരു കിടിലൊരു കട്ട് സീനാണ് വന്നിരിക്കുന്നത്. ഇത് കറക്റ്റ് ഒരു GTA 5ൻ്റെ ഒക്കെ ഒരു മോഡലാണ് വന്നിട്ടുള്ളത് ഗൈസ്. ഇത് ഒരു GTA 6 ഭാഗം ഇങ്ങനെ വന്നിട്ടുണ്ട്, എനിക്കറിയില്ല. അധികം GTA 6 ഒന്നും കണ്ടിട്ടില്ല ഗൈസ്. നമ്മളെന്താ റോബറിക്ക് പോവാണ് തോന്നുന്നു, നമുക്ക് നോക്കാം ഗൈസ്. ഇവിടെ ഒരു കിടിലം കട്ട്സീന് കാണുന്നുണ്ട്. പോലീസ് കാറും പോർഷെ കാറൊക്കെ ഉണ്ട്. കിടിലം. ഇവിടെ ഒരു ഫൈറ്റിംഗ് സീനും കൂടി കാണിക്കുന്നുണ്ട്, എന്താണെന്നറിയില്ല, വെടിവെപ്പൊക്കെയാണ്. പിന്നെ ഗൈസ് ഇവിടെ ഫുള്ള് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഞാൻ ആദ്യം പറഞ്ഞിരുന്നു ഈ ഗെയിം എങ്ങനെ കയറ്റേണ്ടി, എന്തൊക്കെ യൂസ് ചെയ്തിട്ടാണ് ഇത് കളിക്കേണ്ടതെന്ന് പറഞ്ഞിട്ടുള്ളത്. അതിനായിട്ട് പ്രത്യേകിച്ചായിട്ട് ഞാൻ ഈ വീഡിയോ വിടുന്നുണ്ട് ഗൈസ്. ഇതൊക്കെ നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്താൽ മാത്രമേ നമുക്ക് കുറേ സപ്പോർട്ടൊക്കെ കിട്ടുള്ളൂ. അപ്പോൾ ഇതൊരു ലോഡിങ് സ്ക്രീൻ വന്നിട്ടുണ്ട്, ഇത് ലോഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നല്ല ലോഡാവുന്നുണ്ട്. ഗൈസ് ആദ്യം ഇവിടെ വന്നിരിക്കുന്നത് നമ്മൾ എന്താ ലിഫ്റ്റ് ആരുക ഗൈസ്, നമ്മളല്ലേ അത് കേൾക്കുന്നത്. ലിഫ്റ്റിലെ ആൾ വന്നേക്കണ് ഗൈസ്. ഒരു ബോംബിട്ട്, ഫ്ലാഷിൻ്റെ ഒരു ബോംബിട്ട് ഗാർഡ്സിന് എല്ലാത്തിനും ഇവന്മാർ അടിച്ചു ഇറക്കിയിട്ടുണ്ട്. ആ സൈഡിൽ ഗാർഡ്സ് കയറി വരുന്നുണ്ട്, ഗാർഡ്സിനെ അടിച്ചു ഇറക്കിയിട്ടാണ്. വീണ്ടും ഫ്രീ സിറ്റി എന്ന് പറഞ്ഞുകൊണ്ട് കാണിക്കുന്നുണ്ട്. നമ്മളെ കൈക്ക് അതിൻ്റെ ഇത് വന്നിട്ടുണ്ട്, കൺട്രോൾ. ഇനി നമ്മൾ ചെയ്യണം കൺട്രോളിങ് നല്ല ചെയ്യണം. ഒന്നാമത് ഇത് VPN യൂസ് ചെയ്യുന്നുണ്ട്, നെറ്റിന് നല്ല പ്രശ്നമുണ്ട്, ക്ഷമിക്കണം. ലാഗ് അടിക്കണോണ്ട് എല്ലാവരും ക്ഷമിക്കണം. ഗൈസ് നെറ്റ് VPN യൂസ് ചെയ്യണോണ്ട് പക്ക പോക്കാണ്. പക്ഷെ നല്ല ഫൈറ്റിംഗ് ആണ് ഇവിടെ, ഫുള്ള് ഫൈറ്റാണ് ഗൈസ്. നമ്മൾ എന്ത് ഫുള്ള് സെറ്റാണ്. ഒരു വേപ്പൻ്റെ കാണിക്കുന്നുണ്ട്, നമ്മൾ അങ്ങോട്ട് പോയി നോക്കാം ഗൈസ്. എന്തോ ആക്ടിവേറ്റ് കാണിക്കുന്നുണ്ട്, എന്തൊരു പസിലാണ് ഗൈസ്. ഇത് തിരിച്ചപ്പോൾ ഗൈസ് ലോക്കർ വന്ന് ഗൈസ്. എന്തൊക്കെയാണ് സീൻ നടക്കുന്നത് ഗൈസ്. ഇവിടെ ബോംബ് വെച്ചിട്ടുണ്ട്, ടൈം ബോംബ്. നമ്മൾ ടൈം ബോംബ് വെച്ചതിന് ശേഷം ഇവിടെ എന്തോ ക്ലിക്ക് ചെയ്യുന്നു ഗൈസ്. മൊത്തം പൊട്ടി തെറിച്ചിട്ടുണ്ട്. എന്തൊക്കെ കാണിക്കുന്നു ഗൈസ്. അതിൻ്റെ ഉള്ളിൽ കയറിയൊക്കെ ഇപ്പോൾ സ്വർണ്ണം ഗൈസ്, ഗോൾഡ് ബിസ്ക്കറ്റ് കിട്ടിയിട്ടുണ്ട്. എല്ലാതും പെരക്കി ഇടേണ്ടി വരും, നമ്മളെല്ലാം പെരക്കി വെച്ചിരിക്കണ്. അടുത്ത ഗോൾഡിൻ്റെ കൂട്ടം എടുക്കണം, നമ്മൾ അതിന് പോവാം. എല്ലാതും പറക്കേണ്ടി വരും ഗൈസ്. പിന്നെ ഇവിടെ അധികം ഫൈറ്റ് സീനുകളൊക്കെയാണ് വരിക. പിന്നെ പോരാതെ ഇത് ഗരീന ഇറക്കിയതാണ്. ഒന്നുകൂടി പറയാതെ VPN യൂസ് ചെയ്യുന്നതുകൊണ്ട് മാത്രമാണ് ഇത്ര ലാഗ് അടിക്കണേ.
അല്ലാതെ വേറെ ഒന്നുമല്ല. അധികം ലാഗ് അടിക്കണോണ്ട് നിങ്ങൾ ക്ഷമിക്കണം. ഇത് നല്ല പാടുണ്ട്. നമ്മൾ കൂട്ടുകാരനെ അടിച്ചോണ്ടിരിക്കുകയാണ്. ഗൈസ് VPN ചതിക്കണ് ഗൈസ്. ഡാറ്റ മൊത്തം വൈഫൈ യൂസ് ചെയ്തിട്ടും കാര്യമില്ല ഗൈസ്. നമ്മൾ രണ്ടാളെ അടിച്ചിറക്കിയിട്ടുണ്ട്. അപ്പോൾ ഇനി അടുത്ത ആൾക്കാരെ നമ്മൾ ഇവിടുന്ന് പോവാണ്, താഴത്തേക്ക് ഇറങ്ങാൻ പോവാണ്. താഴത്തേക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കുക. നമ്മളെ മുന്നിൽ ഒരു ഫ്രണ്ട് ഉണ്ട്. നമ്മളെ ഫ്രണ്ടാണ്, അവൻ്റെ പേരൊക്കെ അറിയില്ല, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. നമ്മളെ പരിചയപ്പെടുത്തും. ഗൈസ് നമ്മൾ ലെവലപ്പ് ആയിട്ടുണ്ട്. ലെവലപ്പ് 2 ആയിട്ടുണ്ട് ഗൈസ്. വീണ്ടും എന്താ ഇവിടെ വീണ്ടും ആൾക്കാർ സൈഡിന്ന്. അവിടെ രണ്ടാൾക്കാരുണ്ട് ഗൈസ്. ഒരുത്തനിതാ ഇവിടെ ഈ ഒരു മൂലക്കഥ. വേറെ ഒരു 2 ലെവലായ ഒരുത്തുണ്ട്. അവന് ഡാമേജ് അധികം കൊള്ളുന്നില്ല. നമ്മൾ മെഷീൻ ഗണ്ണ് വെച്ചിട്ടുണ്ട്. മെഷീൻ ഗണ്ണ് നമുക്ക് കിട്ടിയതാണ്. ലെവൽ 2 ആയപ്പോൾ മെഷീൻ ഗണ്ണ് കിട്ടിയതാണ്. നമ്മൾ അവനെ അടിച്ചു ഇറക്കിയിട്ടുണ്ട്. അവര് 3 ആൾക്കാർ നമ്മൾ കൊന്നിട്ടുണ്ട്. അവസാനം നമ്മൾ പോയിട്ടുണ്ട്. അവിടുന്ന് താഴ്പോട്ട് ഇറങ്ങിക്കൊണ്ടേയിരിക്കുകയാണ് ഗൈസ്. നമുക്ക് നോക്കാം എന്തൊക്കെ സംഭവിക്കുന്നെന്ന് നമുക്ക് നോക്കാം. നമ്മളെ കിണ്ണം ഫൈറ്റ്സാണ് എടുക്കാൻ പോകുന്നത്. ഏച്ചാതി ഫൈറ്റുകളാണെന്ന് പറയും ഗൈസ്. ഒരു സീൻ ഇവിടെ കാണിക്കുന്നത് നമ്മൾ ഗ്യാനെ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഗ്യാൻ എന്നല്ല അവൻ്റെ പേര് അധികം അറിയില്ല. എൻ്റെ പേര് നമ്മളെ ഫ്രണ്ടിനെ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. നല്ല ഷൂട്ട് ചെയ്ത് പോലീസുകാർ നല്ല ഷൂട്ട് ചെയ്യുന്നുണ്ട് ഗൈസ്. നമ്മളേക്ക് നേരെ സ്വിച്ച് ചെയ്തിങ്ങനെ ആ കട്ട് സീന്. ഞാൻ കുറേ വെടിയൊക്കെ നോക്കിയതാണ്, പക്ഷെ അവർ വണ്ടിക്കാർക്കൊന്നും പറ്റുന്നില്ല. അതിൻ്റെ ശേഷം ഒരു പോയിന്റ് കാണിച്ചു. ഞാൻ അങ്ങോട്ട് പോയതിൻ്റെ ശേഷം എല്ലാവരും വെടി വെച്ചുകൊണ്ടിരുന്നു. എല്ലാവരും കൊന്നു. പെട്ടെന്ന് വെച്ചിട്ടുണ്ട്. അവിടെ നിന്ന് ഒരുത്ത നീച്ച് വരുന്നത് കണ്ട. ഒരുത്താത്ത ഫയർ റേറ്റ് വരുന്നുണ്ട്. എന്തൊക്കെ സീൻ നടക്കണെന്ന് നമുക്കൊന്നും അറിയില്ല ഗൈസ്. അവിടെ അപ്പോഴത്തേക്കും പോകുമ്പോഴേ നമ്മൾ മാറി. അപ്പോൾ ഗൈസ് ഒരുത്തും വെട്ടാൻ വന്നിട്ടുണ്ടായിരുന്നു. വെട്ടി അപ്പം തന്നെ ഞാൻ മറ്റും വരുന്നുണ്ടായിരുന്നു. ഇന്നെ വെടിവെക്കാനല്ല കത്തിക്കാനായിട്ട് വരുന്നുണ്ടായിരുന്നു. അവന് അവിടെ നിന്ന് കണ്ട് ബോംബ് കയറി. ഞാൻ അവിടെ നിന്ന് മാറിയതായിരുന്നു, പക്ഷെ എനിക്ക് അടി കൊണ്ട് അവസാനം അവനെയും കൊന്നിന്. അതിൻ്റെ ശേഷം എനിക്കൊരു ഗണ്ണിട്ടി. അവന് സെറ്റ് ഗണ്ണിന് ഞാൻ പിന്നെ അവിടുന്ന് പോകാൻ പറഞ്ഞു. അവിടുന്ന് ഞങ്ങൾ വിട്ട് അവിടുന്ന് വീണ്ടും ഒരു വെപ്പൻ്റെ കാണിച്ചു. അവിടുന്ന് ഒരു കട്ട്സിന് വീണ്ടും കാണിച്ചു. അവിടുന്ന് എൻ്റെ മോൻ അവിടുന്ന് ഫുൾ ഗാർഡ്സ് വരുന്നുണ്ട്. ഗാർഡ്സ് നമ്മൾ അടിക്കാനായിട്ട് വരികയാണ് ഗൈസ്. എന്തൊക്കെ സീൻ ഉണ്ടാവുന്ന നമുക്കൊന്നും പറയാൻ പറ്റില്ല. നമ്മൾ വെടിച്ചുകൊണ്ടിരിക്കേണ്ടി വരും ഗൈസ്. മൊത്തം സീനാണ് ഗൈസ്. നമ്മളെ ഫ്രണ്ട് അവിടെ മുന്നിൽ പോയിക്കാണ്ട് മൂഞ്ചാൻ പോയിക്കണ്. എച്ചാതി ഫൈറ്റ് സീനാന്ന് പറയും ഗൈസ്. ഫുള്ള് ഫൈറ്റാണ്. നിങ്ങൾ നല്ലപോലെ ശ്രദ്ധിച്ചാൽ മതി. ഫുൾ ഫൈറ്റാണ്. ഒരുത്തൻ വാളിച്ച് വെട്ടാവുന്നതിന് ഞാൻ അവനെ വെട്ടി അടിച്ചു വന്നിട്ടുണ്ട്.
വീണ്ടും എനിമീസ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അവസാനം വെച്ച് പോലീസുകാരെ ഹെലികോപ്റ്ററിൽ ഒരു ചെങ്ങായി വന്നിട്ടുണ്ട്. എന്താ ചോസോ എന്ന് അറിയാണ്ട് ഒരു ചെങ്ങായി വന്ന് ആ കട്ട് സീനായിട്ടുണ്ട്. ഇതൊരു ഗ്യാങ് ലീഡറാണ് ഇവന്. അവിടുന്ന് പല അടിയായിരുന്നു, അവന് നല്ല അടിച്ചിരുന്ന്. പോരാത്ത അവിടുന്ന് ഹെലികോപ്റ്ററിൽ നിന്ന് നല്ല മിസൈലൊക്കെ വിട്ടിരുന്നു. അവസാനം നമ്മളൊക്കെ ഒരു മിസൈൽ വന്നിരുന്നു. ഞാൻ മിസൈൽ വിടേണ്ടി വന്നു. ഞാൻ മിസൈൽ വിട്ടു. ഇവിടുന്ന് ഒരു മിസൈൽ വിട്ടു, പക്ഷെ പൊട്ടിത്തെറിക്കുന്നില്ല. 261 ഡാമേജ് കയറി. വീണ്ടും 300 കയറിയിട്ടുണ്ട്. നമ്മൾ ഫയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മളെ സൈഡിലൊക്കെ അത് എനിമീസ് അടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എനിമീസല്ല, ഗാർഡ്സ്. അവരൊക്കെ നമ്മൾ അടിച്ചു ഇറക്കിന്ന് പറയാം. വെടിവെച്ച് എല്ലാத்தைയും വെടിച്ചൊന്ന്. അപ്പോൾ നമ്മൾ 3 ലെവൽ ആയും ചെയ്ത്. ഗൈസ്, എല്ലാവരും ഇപ്പോഴത്തെ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്തോളൂ ഗൈസ്. ഇവിടെ വേറെ കട്ട് സീൻ കാണിക്കുന്നുണ്ട്. നമ്മൾ പോകുന്ന ഇടയിൽ പോലീസുകാർ വല്ല തുടങ്ങി. അപ്പോൾ നമ്മൾ രണ്ടുപേരും, നമ്മൾ ഫ്രണ്ടും നമ്മളൊരു കാറിൽ കയറി. രണ്ടാൾക്കേക്കും 2 കാർസ് ഉണ്ടായിരുന്നു. ഒരു ലോഡിങ് സ്ക്രീൻ വന്നിട്ടുണ്ട്. ഈ ചടപ്പണി ലോഡിങ് സ്ക്രീൻ വരുന്നത്. നമുക്ക് കുറച്ച് നേരമായി വെയിറ്റ് ചെയ്യാം. ഒരു കട്ട് സീൻ കാണിക്കുന്നുണ്ട്. നമ്മളെ കൈക്ക വണ്ടി ഓടിക്കാൻ തന്നിട്ടുണ്ട്. നമ്മൾ വണ്ടി അടിക്കുകയാണ്. കിണ്ണം വണ്ടിയാണ്. നമ്മൾ ഡ്രിഫ്റ്റ് ചെയ്തിട്ടൊക്കെയാണ് ഇപ്പോൾ അത് പറപ്പിച്ച്. നമ്മളെ പിന്നാലെ പോലീസുകാർ വരുന്നുണ്ട്. എന്തൊക്കെ സീൻ നടക്കാൻ പോകുന്നതെന്ന് നമുക്കറിയില്ല. ഫുള്ള് പോയിക്കൊണ്ടിരിക്കണം. കിണ്ണാണ്. നമ്മൾ വണ്ടി ഡ്രിഫ്റ്റ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുകയാണ്. എച്ചാതി ഡ്രിഫ്റ്റിംഗ് എന്നൊക്കെ അറിയോ? ഗൈസ്, നല്ല പണിയെടുത്തിട്ടാണ് നമ്മൾ അവിടെ നിന്ന് കഴിച്ചിലായത്. വണ്ടി നമ്മൾ വലിച്ച സൈഡിൽ മറച്ച് വെച്ചിട്ടുണ്ട്. പോലീസുകാർ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വണ്ടി എടുത്തതായിരുന്നു. അപ്പോൾ മുകളിൽ നിന്ന് നമ്മൾ ഹലോ ഗെയിന്നൊക്കെ വിളിക്കുന്നുണ്ട്. അപ്പോൾ ഗൈസ് നോക്കുമ്പോൾ മുകളിൽ നിന്ന് പോലീസുകാർ ഹെലികോപ്റ്ററൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ മുന്നിൽ പോലീസ്. എന്തൊക്കെ സീൻ നടക്കാൻ പോകുന്നതെന്ന് നമുക്ക് തീരെ പിടിയിട്ടുന്നില്ല. നമ്മളെ വണ്ടി മറിച്ചിട്ടു. പക്ഷെ നമ്മളെ പിടിച്ചു. പോലീസ് പിടിച്ചു. പോലീസ് പല ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. പക്ഷേ പോലീസ് നമ്മളായിട്ട് അധികം ഐഡൻറ്റിഫൈ ഒന്നും കിട്ടിയിട്ടില്ല. അപ്പോൾ നമ്മളോട് പേരൊക്കെ കൊടുക്കാൻ പറഞ്ഞു. അപ്പോൾ നമ്മൾ പേര് കൊടുത്ത് KL ഫിനിക്സ് എന്ന് തന്നെ നമ്മളെ യൂട്യൂബ് ചാനലിൻ്റെ പേര് തന്നെ കൊടുത്തിട്ടുണ്ട്. KL ഫിനിക്സ് എന്ന് തന്നെ പേര് കൊടുത്തിട്ടുള്ളൂ. നല്ല കിണ്ണാണ്. നമ്മൾ ഫുള്ള് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഫുള്ള് സെറ്റാക്കിയാണ്. നമ്മൾ ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട്. നമ്മൾ ജയിലിൽ നിന്ന് ഇറങ്ങി, കാലങ്ങൾക്ക് ശേഷം ജയിലിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. നമ്മൾ അവിടെ നിന്നും പോവുകയാണ്. വീണ്ടും
ലോഡിങ് സ്ക്രീൻ വന്നു. നമ്മളോട് വണ്ടി VPN യൂസ് ചെയ്യുന്നതുകൊണ്ട് നല്ല ലാഗ് അടിക്കണമൊക്കെ ഉണ്ട്. അവസാനം നമ്മൾ വണ്ടി അവിടുന്ന് ലോക്കിൽ നിന്ന് എടുക്കാൻ പറഞ്ഞ് നമ്മൾ വണ്ടി എടുത്തു. വണ്ടി വെച്ച് നമ്മളൊരു സ്ഥലത്തേക്ക് പോകാൻ പറഞ്ഞു. നമ്മളെ ഫ്രണ്ടിൻ്റെ ഗ്യാരേജിലേക്ക് പോകാനാണ് പറഞ്ഞത്. നമ്മൾ ബെന്നിൻ്റെ അതേ ഒരു ലുക്കിലാണ് നമ്മളെ ഫ്രണ്ട് തോന്നുന്നുണ്ട്. കാരണം ബെന്നിക്കും ഇതേമാതിരി ഈ കാർ ഷോറൂം കാറിൻ്റെ അതൊക്കെ അല്ലായിരുന്നു. അതേമാതിരി തന്നെയാണ് നമ്മളെ ഫ്രണ്ടിനും. എന്താ കേസ് നമ്മളെ ഫ്രണ്ടിനെ തകർക്കാൻ വന്നിട്ടുണ്ട്, ഗണ്ണിട്ട് വന്നിട്ടുണ്ട്. നമ്മളെ ഫ്രണ്ട് ആരാൻ ഓനിക്കുന്ന ഫൈറ്ററല്ല. അവർക്കറിയില്ലല്ലോ അവനിക്കുന്ന ഫൈറ്ററല്ലാന്ന്. അവർക്കറിയില്ലല്ലോ നമ്മളെ ഗ്യാന്ന് നമ്മളെ പരിചയപ്പെടുത്തുന്നുണ്ട്. ഇവൻ്റെ പേര് ഇക്കുപ്പിള കിട്ടുന്ന ഗ്യാന്നാണ് ഇവൻ്റെ പേര്. കിണ്ണ ഗൺ ഷോട്ടർ തന്നെയാണ്. എച്ചാതി ഫൈറ്റ് എന്ന് പറയുക ഗൈസ്. നമ്മളെ നേർക്ക് തന്നെ വന്നിട്ടുണ്ട്. പക്ഷെ നമ്മളോട് ഫൈറ്റ് ചെയ്യാൻ പറയുന്നുണ്ട്. നമ്മൾ അവനെ സഹായിക്കാൻ പോയതാണ്. നമ്മൾ അവസാനം എല്ലാത്തിനും അടിച്ച് തൂക്കിയിട്ടുണ്ട്. നമ്മൾ അവൻ്റെ ഗ്യാങ് ലീഡറിന് ഒന്ന് തൂക്കിയിട്ടുണ്ട്. ഗ്യാങ് മെമ്പറാണ്. നമ്മൾ 4 ലെവലായിട്ടുണ്ട്. ലെവലപ്പ് ആയിക്കണം. 4 ലെവലായി. എന്തൊക്കെ പറയുന്നുണ്ട്. അവനെ വണ്ടിമ കയറ്റി വെച്ചിട്ടുണ്ട്. എന്താണ് സീന് വരാൻ പോണത്? അവനെ വണ്ടിമൊക്കെ കയറ്റി വെച്ചിട്ടുണ്ട്. നമ്മൾ വണ്ടി ഓടിച്ച് കയറിയിട്ടുണ്ട്. നമ്മളപ്പം അവൻ്റെ ലീഡറിൻ്റെ അടുത്തേക്കാണ് നമ്മളോട് പോകാൻ പറഞ്ഞതെന്ന് തോന്നണേ. നമുക്ക് നോക്കാം. നമ്മൾ ഡ്രിഫ്റ്റ് ചെയ്ത് പോകുന്നുണ്ട് ഗൈസ്. നമ്മൾ എച്ചാതെ ഡ്രിഫ്റ്റിംഗ് ആണെന്ന് അറിയാം. സീൻ ഡ്രിഫ്റ്റൊക്കെ ചെയ്തിട്ടാണ് നമ്മൾ പോണേ. നമുക്ക് ഡ്രിഫ്റ്റ് ചെയ്യാനൊക്കെ അറിയുള്ളൂ, വണ്ടി ഓടിക്കാൻ മാത്രമേ അറിയുള്ളൂ ഗൈസ്. അവൻ്റെ ലീഡറിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. നമ്മളെ നാട്ടിൽ നമ്മളെ അണ്ണൻ എന്ന് പറയണ മാതിരി അവൻ്റെ അണ്ണൻ്റെ അടുത്ത് പോയിട്ടുണ്ട്. ഇതൊരു കാർ ഷോ നടക്കുന്ന സ്ഥലത്തേക്കാണ് നമ്മൾ എത്തിയിട്ടുള്ളത്. നമ്മളെ നെട്ടിപ്പോയിട്ടുണ്ട്. അവൻ്റെ അണ്ണൻ്റെ അടുത്ത് പോയിട്ടുണ്ട്. അണ്ണൻ നമ്മളോട് അറിഞ്ഞ് വണ്ടി റേസിങ്ങിന് വരാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മളെ പറയണ്ട് നിൻ്റെ കഴിവ് നീ കാണിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ പറഞ്ഞിട്ടിട്ടുണ്ട്. എന്തൊക്കെ സീൻ വരാൻ പോകണമെന്ന് നമുക്കൊന്നും അറിയില്ല. ലോഡിങ് സ്ക്രീൻ വന്നിട്ടുണ്ട്. നോക്കാം. നമ്മൾ റേസിംഗാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. റേസിംഗാണ്. വണ്ടി റൈസാക്കിയിട്ടൊന്ന് ഗൈസ് നമുക്ക് നൈട്രോജൻ കിട്ടിയിട്ടുണ്ട്. ഗൈസ് നമ്മൾ ഇവിടെ നിന്ന് സ്കിഡ് ചെയ്തെടുത്തിട്ടുണ്ട്. അവിടെ നിന്ന് വീണ്ടും സ്കിഡ് ചെയ്യാൻ വന്നിട്ടുണ്ട്. നമ്മൾ വീണ്ടും ഡ്രിഫ്റ്റ് ചെയ്തുകൊണ്ടിരിക്കണം. അവിടെയും ഡ്രിഫ്റ്റ് ചെയ്തു പോയിക്കൊണ്ടിരിക്കുകയാണ്. റേസ് നടന്നുകൊണ്ടിരിക്കണം. കിടിലും പോക്കായിരുന്നു. പക്ഷെ അവിടെ ഒരു സൈഡിലൊരു ഇടി നടന്നുകൊണ്ട് മൊത്തമായിട്ട് അടിച്ചു പോയി. വണ്ടി മൊത്തമായിട്ട് വണ്ടീൻ്റെ ഒരു സൈഡിലത്തെ ഡോറ് പോയിട്ടുണ്ട്. അങ്ങനെ അത് കഴിഞ്ഞ് ഗൈസ് നമ്മൾ റേസിൽ ജയിച്ചിട്ടുണ്ട്. കിടില റേസിംഗ് ആയിരുന്നു. അപ്പോൾ അവൻ്റെ അണ്ണൻ പറഞ്ഞു
ഇനി കിടില റേസറാണ്. അപ്പോൾ നമ്മളെ ഫോൺ എടുത്ത് നോക്കാൻ പറഞ്ഞു. ഫോൺ എടുത്ത് നോക്കിയപ്പോൾ റേസിങ് നടക്കുന്ന കുറേ സ്ഥലത്തിൻ്റെ പോയിൻറ്റ്സ് നമുക്ക് കാണിച്ചു തന്നു. കുറേ മാപ്പ് എടുത്ത് നോക്കാൻ പറഞ്ഞിട്ട്, ഫോണിൽ മാപ്പ് എടുത്ത് നോക്കാൻ പറഞ്ഞ്. അപ്പോൾ എന്നോട് ഓൻ പറഞ്ഞ് ഗിഫ്റ്റ്, എനിക്കൊരു ഗിഫ്റ്റ് ഉണ്ട് എൻ്റെ വക എന്ന് പറഞ്ഞ്. അപ്പോൾ ഓന് ഗിഫ്റ്റ് ഓനക്ക് കൊടുക്കല്. എന്തൊക്കെ സീൻ നടക്കണേ. നമ്മൾ പൈസ എന്ന് വിചാരിച്ച് നടക്കുമ്പോൾ അവൻ ഗിഫ്റ്റായിട്ട് കാറാണ് തന്നിട്ടുള്ളത്. നമുക്ക് കാറ് തുറന്നിട്ടുണ്ട് ഗൈസ്. ഇവിടെ ഒരു സ്റ്റിയറിങ്ങിൻ്റെ ഒരു ബട്ടൺ കാണുന്നുണ്ട്. നമ്മൾ ആ ബട്ടൺ നോക്കിയപ്പോൾ കാർ വന്നിരിക്കണ്. നമ്മൾ കാറിൽ കയറുകയാണ്. നമ്മൾ ഇവൻ്റെ അടുത്തേക്ക് ഗ്യാൻ്റെ അടുത്തേക്ക് പോകാനാണ് പറഞ്ഞിട്ടുള്ളത് ഗൈസ്. നമ്മൾ ഗ്യാൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. നമുക്ക് എന്തൊക്കെ അഡ്വാൻസ്മെൻ്റൊക്കെ കിട്ടിയിട്ടുണ്ട്. ഇവിടെ എന്തൊക്കെ ക്ലെയിം ചെയ്യാനൊക്കെ വന്നിട്ടുണ്ട്. നമ്മളത് ക്ലെയിം ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഗ്യാനായിട്ട് സംസാരിച്ചു. ഗ്യാനായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മളോട് ഫോൺ എടുത്ത് എന്തൊരു പേരൻ്റ് എന്തെന്ന് കാണിക്കാൻ പറഞ്ഞ്. അങ്ങനെ നമ്മളത് നോക്കിയപ്പോൾ നേരെ നമ്മൾ ടെലിപ്പോർട്ട് ചെയ്ത് പെരീക്കാണ് ടെലിപ്പോർട്ട് ചെയ്ത്. ഇവിടെ ഫുള്ള് ലോഡിങ്ങാണ് ഗൈസ്. അപ്പോൾ ഗ്യാ എന്തോ പറഞ്ഞിട്ടുണ്ട്, പ്രൊജക്റ്റ് ഗ്യാ എന്ന് പറഞ്ഞുകൊണ്ട് എന്തോന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ഇതിൽ ടി വിയിൽ പറഞ്ഞിട്ടുണ്ട് പ്രൊജക്റ്റ് ഗ്യാനെ കുറിച്ച് പറഞ്ഞു തരുന്നുണ്ട്. നമ്മളോട് എന്തൊക്കെ സാധനം മേടിക്കാനൊക്കെ പറഞ്ഞ് ഗൈസ്. അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മൾ ഇന്നത്തെ വീഡിയോ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ് ചെയ്യാനും